ഒരു ജനക്കൂട്ടം തന്നെ ഈ നാമജപ യാത്രയെ അനുഗമിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം വിവിധ ഹൈന്ദവ സംഘടനകളിൽപ്പെട്ടവരാണോ അതോ അടുത്ത നാട്ടുകാരാണോ? എനിക്ക് തോന്നുന്നു നാട്ടുകാരൊക്കെ കൂടുതൽ ഈ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ തന്നെയാണ് ഈ നാമജപ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യാത്രയുടെ ഭാഗമാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം ഈ മറ്റ് അസ്വാഭാവികതകളൊന്നും ഇല്ല എന്ന പ്രാഥമികമായ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ അതിനോട് നടത്തിയ പ്രതികരണങ്ങൾ തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ തിരികെ പിന്നീടുള്ള സംസ്കാര ചടങ്ങുകളും വലിയ തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലേക്ക് തന്നെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ അതിനെ മാറ്റും എന്ന ഒരു വിലയിരുത്തലിലേക്ക് അത് ശരിവെക്കുന്ന തരത്തിലാണ്. അതായത് ഗോപൻ സ്വാമിയുടെ വീട്ടുവളപ്പിൽ നിന്ന് വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, പുതിയ സമാധി മണ്ഡപമാണ് ഗോപൻ സ്വാമിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണം? ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട മഹാസമാധിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് വിനോദ്? ടോം, 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് വീണ്ടും സമാധി ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഗോപൻ സ്വാമിയുടെ വീട്ടുവളപ്പിലാണ്. ഈ ഏറെ വിവാദമുണ്ടാക്കിയ കല്ലറ അതിന് രൂപം മാറ്റിയിട്ടുണ്ട്. ഋഷിപീഠം എന്ന പേരിലാണ് ഇപ്പോൾ ഇതിവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. പൂജ കർമ്മങ്ങളുണ്ട്, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇവിടെ മറ്റ് അദ്ദേഹത്തിൻ്റെയോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, ഈ സംഭവം ഉണ്ടായ ശേഷം ഈ വിഷയത്തിൽ ഇടപെട്ട് അവർക്കൊപ്പം നിന്നവർ, അവരെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനി ഇവിടെയുള്ള ചടങ്ങുകൾ? ഇത് ഇനിയിപ്പോൾ നമ്മുടെ സമാധിയുടെ സമയമായി കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘോഷയാത്ര 2 മണിക്ക് തന്നെ അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ എത്തിച്ചേരും. ഇപ്പോൾ നമ്മുടെ ആചാര്യൻ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുകയും പൂജകൾ ചെയ്യുകയും ചെയ്തത് ചെങ്കൽ മഹേശ്വരാനന്ദ സരസ്വതി തിരുവടികളാണ്. ആദ്യം ഇതിൽ ചെയ്യേണ്ടത് സമാധിയുടെ പ്രാഥമികമായിട്ടുള്ള ചെയ്യലിൽ പൂജയിൽ പീഠപൂജയാണ് ചെയ്യേണ്ടത്. പീഠപൂജയോടുകൂടി ഓരോ ഘട്ടങ്ങളിലായിട്ടുള്ള സമാധി പൂജ സമാരംഭിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ട്. സാധന സാമഗ്രികളെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രൂപത്തിൽ മാറ്റം മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. രൂപത്തിലും സ്ഥാനത്തിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഗോപൻ സ്വാമികൾ എവിടെയാണോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എവിടെയാണോ അദ്ദേഹം സമാധിയായിട്ട് സ്ഥാനം കണ്ടെത്തിയിട്ടുള്ളത് ആ സ്ഥലത്ത് തന്നെയാണ്. പക്ഷേ നമുക്ക് ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് അളവുകളിൽ ചെറിയ വ്യത്യാസം, വലിപ്പത്തിൽ കുറച്ച് മാറ്റം കൂടെ. ഇതൊരു മഹാസമാധിയാക്കി മാറ്റാൻ വേണ്ടി ആ മഹാസമാധിയാക്കി കണക്കാക്കിയുള്ള ഒരു അളവെടുത്തുകൊണ്ട് നമ്മൾ ചെയ്തു. നേരത്തെ കാലം കുറച്ചുകൂടി അളവ് കൂട്ടിക്കൊണ്ടാണ് ഇത് ചെയ്തത്. വിവാദങ്ങളെല്ലാം അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൂടെ മനസ്സിലുണ്ടോ? ഇപ്പോൾ വലിയ ആരോപണങ്ങളോ വിവാദങ്ങളോ ഒന്നുമില്ല. അല്ല, വിവാദങ്ങൾ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടെ നമുക്ക് കിട്ടണം. അത് കിട്ടുമ്പോൾ ഈ വിവാദം ഉണ്ടാക്കിയ ആളുടെ പേരിൽ നമ്മൾ നിയമ നടപടിയെടുക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഇതൊരു സമാധിയായിരുന്നു, ഉത്തമമായിട്ടുള്ള ഒരു സമാധി, ജീവൻ സമാധിയായിരുന്നു. ആ ജീവൻ സമാധിയെ വികൃതമാക്കുകയും ഇവിടുന്ന് വെട്ടിപ്പൊളിച്ചു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി അതിന് പരാതികൾ കൊടുത്തിട്ടുള്ള, കള്ളപ്പരാതി കൊടുത്തിട്ടുള്ള ആൾക്കാർ, അവരുടെ പേരിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുമ്പോൾ അവർക്കെതിരായിട്ട് നമ്മൾ പരാതി കൊടുക്കും. അതിന് പിന്നിലുണ്ടായിരിക്കും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണ. എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും പിന്തുണ ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഹൈന്ദവ സംഘടനകളെന്ന് മാത്രമല്ല മറ്റു സംഘടനയുടെ ആൾക്കാരും ഉണ്ട്. എല്ലാ സമുദായത്തിൻ്റെയും എല്ലാ മതത്തിൻ്റെയും വിശ്വാസികളായിട്ടുള്ള സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് അത് താല്പര്യമുള്ള ആൾക്കാരെല്ലാം ഇവിടെ കാണുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടോം, ആ നിലയ്ക്കാണ് നിയമ നടപടികൾ തുടരും. കാരണം അനാവശ്യ വിവാദമാണ് ഉണ്ടാക്കിയതെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇവിടെ ഇതിനുള്ള ഒരുക്കങ്ങൾ വീണ്ടും ഇതേ സമാധി സ്ഥലത്ത് ഗോപൻ സ്വാമിയെ വീണ്ടും ആ സമാധി ചടങ്ങുകളോടെ തന്നെ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങൾ അതാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പൂജ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് കേട്ടോ.
VV വിനോദാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ വിവാദമായ സമാധി വിഷയത്തിൽ ഇപ്പോൾ ആ സമാധി ഇരുന്ന അതേ സ്ഥലത്ത് മഹാസമാധിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുന്നത് നമുക്ക് കാണാം. നേരത്തെ സമാധി ഇരുത്തിയിരുന്ന കോൺക്രീറ്റ് അറ അത് കുറച്ചുകൂടി വിപുലമാക്കി മഹാസമാധിക്ക് അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായിരിക്കുന്നു. ആ അറ കുറച്ചുകൂടി വലുതാക്കിയാണ് ഇപ്പോൾ പുതിയ സമാധി ഇടം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആശുപത്രിയിൽ നിന്ന് നാമജപ ഘോഷയാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് എത്തിച്ചേരും. അവിടെ വീടിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ സ്വാമിമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. പലയിടങ്ങളിൽ നിന്നും എത്തിയ സ്വാമിമാർ, ഇതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടെത്തിയവർ, ഈ പൂജയ്ക്ക് നേതൃത്വം നൽകുന്നവരൊക്കെ അവിടെയുണ്ട്. നാമജപ ഘോഷയാത്ര ഒരിടത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിംസ് ആശുപത്രിയിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഈ സമാധി, പുതിയ പേര് ഋഷിപീഠം എന്നാണ് നൽകിയിരിക്കുന്നത്. സമാധിയുടെ പേര് മാറ്റി ഋഷിപീഠം എന്നാക്കിയിട്ടുണ്ട്. അവിടേക്ക് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം എത്തിക്കും. അവിടെ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ ഇനി നടക്കാനിരിക്കുകയാണ്. നമുക്കൊപ്പം VV അരുൺ കൂടി ചേരുകയാണ്. അരുൺ, ഈ നാമജപ ഘോഷയാത്ര എവിടെ വരെ എത്തി? എത്ര സമയത്തിനകം അത് ഈ മഹാസമാധിക്ക് ഒരുക്കം നടത്തിയിരിക്കുന്നിടത്തേക്ക് എത്തിക്കും? കൈലാസനാഥ മഹാദേവപുരം ശ്രീ ക്ഷേത്രമഠാധിപതി ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് ഈ സമാധി സ്ഥലത്തേക്ക് സമാധി ഘോഷയാത്ര എത്തി. ഇപ്പോൾ ഈ ഘോഷയാത്രയുടെ മുൻവശമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സമീപത്തെ ക്ഷേത്രങ്ങളിലെ സ്വാമിമാരെയും ഒക്കെ 2 സ്വാമിമാരും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ ഹൈന്ദവ സംഘടന നേതാക്കൾ, സംഘടന പ്രതിനിധികൾ ഈ ഘോഷയാത്രയുടെ മുൻനിരയിലുണ്ട്. അതിന് തൊട്ടു പിന്നിലായാണ് ഈ മഹാസമാധി ഘോഷയാത്ര, ഈ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം അത് വീട്ടിലേക്ക് എത്തും. നിംസ് ആശുപത്രിയിൽ നിന്ന് തുടങ്ങിയ ഹിന്ദു ഐക്യവേദിയടക്കം പ്രവർത്തകർ ഈ ഘോഷയാത്രയുടെ ഭാഗമായുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരനുണ്ട്. എന്താണ് ഇനി എന്തൊക്കെയാണ് നടപടികൾ ബാക്കിയുള്ളത്? ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സന്യാസിമാരുടെ നേതൃത്വത്തിൽ മഹാസമാധി പൂജകൾ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ സമാധി. ക്ഷേത്രങ്ങളിലെ സ്വാമിമാരാണോ വിവിധ മഠങ്ങളിൽ നിന്ന് വന്നതാണ് സ്വാമിമാർ. ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറ്റുന്നു, അങ്ങനെയാണോ? എന്താണ് ഇതിന്റെ ഒരു? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരു കമ്മിറ്റി എടുത്തിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കാം. കുടുംബത്തിന്റെ അല്ല, അല്ലാതെ നാട്ടുകാർ തന്നെ ഒരു കുടുംബക്കാർ ഉൾപ്പെട്ട ഒരു സംഘാടക സമിതി രൂപീകരിക്കും. വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നടന്ന സമരത്തിന്റെ ഒക്കെ മുൻനിരയിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഈ സമാധിക്ക് ശേഷം ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് പറയുന്നത്. അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി അടക്കം മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കൈലാസനാഥ ക്ഷേത്രത്തിലെ മഠാധിപതിയുടെ മഹാസമാധി യാത്രയുടെ ഭാഗമായുള്ള ജപയാത്ര എന്നാണ് ഈ യാത്രയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഗോവിന്ദ് സ്വാമിയുടെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ജപയാത്രയാണ് പുരോഗമിക്കുന്നത്. കുടുംബാംഗങ്ങളൊക്കെ ഈ യാത്രയുടെ ഭാഗമായുണ്ട്. ചുറ്റും നാട്ടുകാരുടെ, ഈ ഭാഗത്തൊക്കെ നാട്ടുകാരുടെ വലിയ പങ്കാളിത്തവുമുണ്ട്. സ്കൂളിന് മുന്നിലാണിത്. സ്കൂളിന് മുന്നിൽ നാട്ടുകാരൊക്കെ ഇറങ്ങി. ഇന്ന് ഭക്തയാണോ സ്വാമിയുടെ? അല്ല, സ്വാമിയുടെ ഭക്തയാണോ ചോദിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം അവർ മാറുന്നുണ്ട്. ഏതായാലും നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ ഇവിടെ സ്കൂൾ കുട്ടികളടക്കമുള്ളവർ ഇറങ്ങി ഈ യാത്ര കാണാനായി നിൽക്കുന്നുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ നെയ്യാറ്റിൻകര സെന്ററാണ്. അതിന്റെ ഒരു കോളേജാണ്. ആ ഭാഗത്ത് അവിടെയുള്ള കുട്ടികൾ കൂടി ഘോഷയാത്ര കാണാനായി ഇറങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ സമീപകാലത്ത് ഇങ്ങനെയൊന്നും ഒരു സമാധി ഘോഷയാത്രയൊന്നും ഒരുപക്ഷെ ഇവരൊന്നും കണ്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ടുകൂടിയാകാം വളരെ വലിയ ആകാംക്ഷയോടുകൂടി യുവതലമുറ കൂടി ഇത് കാണുകയാണ്. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ യുവതലമുറ കൂടി ഇത്തരത്തിലൊരു സമാധി ഘോഷയാത്ര ഒരുപക്ഷെ മറ്റൊരു രീതിയിലാകാം അവർ കാണുന്നത്. ഏതായാലും ഈ സമാധി ഘോഷയാത്ര ഇപ്പോൾ ഇവിടെ മുന്നോട്ട് പോകുക. അല്പസമയത്തിനകം വീട്ടിലേക്ക് എത്തും. ആറാലുമൂടുള്ള ഗോവിന്ദ് സ്വാമിയുടെ വീട്ടിലേക്ക്, സമാധി സ്ഥലത്തേക്ക് ഇത് എത്തുമെന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഇവിടെയുണ്ട്. ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, നാട്ടുകാരുണ്ട്, അദ്ദേഹത്തിന്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ഇതൊരു സമാധി തീർത്ഥാടന കേന്ദ്രമാക്കിയൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ കുടുംബം മാത്രമോ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സ്വകാര്യ ചടങ്ങായിരുന്നു സമാധി. മറ്റാരെയും അറിയിക്കാതെ മറ്റാരെയും കാണിക്കാതെ നടന്ന ഒരു ചടങ്ങ് മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കല്ലറ പൊളിച്ച് ഭൗതികദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇപ്പോൾ വീണ്ടും ഈ സമാധി ഇരുത്താൻ പോകുമ്പോൾ വലിയൊരു ചടങ്ങാക്കിയത് മാറ്റുകയാണ്. വിശ്വാസികളെ, ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെ, നാട്ടുകാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു സമാധി ചടങ്ങായി അതിനെ മാറ്റുകയാണ്. പക്ഷേ ഇതൊരു നേരത്തെ വിഷ്ണുപുരം പറഞ്ഞതുപോലെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടായേക്കാം. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്ന കാലത്ത് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും
പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് കുടുംബത്തിലെ ഭൗതികദേഹം വിട്ടുകൊടുത്തത്. അതിനുശേഷമാണ് അവർ ഇങ്ങനെ ഇന്ന് അദ്ദേഹത്തെ ഭൗതികദേഹം ആശുപത്രിയിൽ നിന്ന് മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങി സമാധി സ്ഥലത്തേക്ക് ജപഘോഷയാത്രയായി നാമജപഘോഷയാത്രയായി കൊണ്ടുപോകുന്നത്. ഹൈന്ദവ സംഘടനകൾ, സമീപത്തെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ, മഠങ്ങളിലുള്ള സ്വാമിമാരൊക്കെ ഇതിന്റെ ഭാഗമായി അണിനിരക്കുന്നു. വലിയ പോലീസ് സന്നാഹവുമുണ്ട്. വലിയൊരു തിരക്കിന്റെ ഭാഗമായി നമുക്ക് ഈ ഘോഷയാത്ര വലിയ ആളുകളുടെ എണ്ണമൊന്നും കാണാൻ കഴിയില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി പേരാണ് ഇവിടെ എത്തിയത്. ഒരുപക്ഷെ ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ പോലും എന്താണ് സംഭവിക്കുന്നത് എന്ന് സംശയത്താൽ ഇവിടെ വന്ന് കാണാനായി എത്തുന്നു. വലിയ ആകാംക്ഷയുണ്ടെന്ന ആളുകളുണ്ട്, ഭക്തിയോടുകൂടി വരുന്നവരുണ്ട്. സമാധി സ്ഥലത്ത് വന്ന് പൂജ നടത്തിയവരെ നമ്മൾ കണ്ടു, കരഞ്ഞ് നിലവിളിച്ചവരെ നമ്മൾ കണ്ടു, അതിനപ്പുറത്തേക്ക് വിമർശനങ്ങളുമായി വന്നവരെ കണ്ടു. ഒരുപക്ഷെ കേരളത്തിന് അത്രയൊന്നും സമീപകാലത്ത് പുതുമയല്ലാത്ത ഒരു സംഭവമാണ്, ഒരു ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്, ഒരു യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്, സമാധി ഘോഷയാത്ര.